ഈ +1 വിദ്യാർത്ഥികൾ ഒരു പരാതി പറഞ്ഞു. ഇന്നത്തെ പരീക്ഷയ്ക്ക് അവർക്ക് ടഫായ ചോദ്യമായിരുന്നു. മാത്രമല്ല മോഡൽ എക്സാമിൽ വന്ന മോഡലല്ല ഇന്ന് പരീക്ഷയിൽ കണ്ടത്. പരീക്ഷയ്ക്ക് ചോദ്യമിട്ട ആൾക്കാർ അവരെ പിടിച്ച് കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പുമായി നമ്മൾ ബന്ധപ്പെടാം എന്ന് പറഞ്ഞു. അതിൻ്റെ അമരത്തുള്ള ആളിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി നമുക്കിപ്പോൾ ഇപ്പോൾ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം മിനിസ്റ്ററെ. മിനിസ്റ്ററെ, കുട്ടികൾ വളരെ വിഷമം പറയുന്നുണ്ട്. അവരുടെ പരീക്ഷ വളരെ ടഫായി പോയി, അത് വലിയ ചതിയായി പോയി എന്നൊക്കെയാണ് പറയുന്നത്. മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് മിനിസ്റ്റർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അങ്ങ് ഇതിൽ ഇടപെട്ടതിൽ ആദ്യമായി നന്ദി. രണ്ടാമത്തെ കാര്യം, ശ്രീനാഥ്, ഇത് നമ്മൾ ഈ ഒരു ചോദ്യം ഉണ്ടാക്കുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്, നടപടിക്രമമുണ്ട്. അതിൽ ചോദ്യം ഉണ്ടാക്കുന്ന നടപടിക്രമത്തിൽ മന്ത്രിയോ അല്ലെങ്കിൽ വേറെ അതിൽ പങ്കെടുക്കുന്നവർ മാത്രമേ ഇടപെടാറുള്ളൂ. ഇതൊരു ഒരാഴ്ച 3-4 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് നടത്തിയിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോദ്യം കുട്ടികളെ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സെറ്റ് ചോദ്യം അല്ല ഉണ്ടാക്കുന്നത്, 3-4 സെറ്റ് ചോദ്യം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ വെച്ചൊരു നടപടിക്രമമുണ്ട്. അപ്പൊ ഇന്നിപ്പോ തന്നെ അങ്ങനെ എന്റെ ശ്രദ്ധയപ്പെടുത്തി. പിന്നെ ഇതുവരെ നടന്ന എല്ലാ പരീക്ഷയും കുട്ടികൾക്ക് വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ എന്താ അതിലുണ്ടായെന്ന് സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പരിശോധിക്കാം. അതിൽ ഞാൻ ഇപ്പം എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യമായതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കൊരു ആൻസർ പറയാൻ പറ്റുള്ളൂ. എന്തായാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ കുട്ടികൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ആനുകൂല്യം ഗവൺമെന്റിന് കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും മിനിസ്റ്റർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാര്യം കുട്ടികൾ ഒരുപാട് പേര് ഇങ്ങനെ യൂട്യൂബിലൂടെ നമുക്കിങ്ങനെ ലൈവ് പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടാണ് അങ്ങ് ഫ്രാൻറ്റിക്കായിട്ട് നമ്മൾ വിളിച്ചത്. അങ്ങ് ഇതിൽ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞതിലും പ്രതികരിച്ചതിലും വളരെ നന്ദി. താങ്ക് യു ശ്രീ വി ശിവൻകുട്ടി. അപ്പോൾ മിനിസ്റ്റർ എന്തായാലും കാര്യം പറഞ്ഞു. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് മിനിസ്റ്റർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ടഫായി, പാടായി, പ്രയാസമായി എങ്കിൽ ഗവൺമെൻറ് അത് പരിശോധിക്കും. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ നിരാശപ്പെടേണ്ട, ഗവൺമെൻറ്റിൽ നല്ലത് പ്രതീക്ഷിക്കുക. അല്ലേ? ഓക്കെ.